അപ്പോൾ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്ന് ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുഴുവൻ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ആകർഷിക്കാനായിട്ട്. നല്ല വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. ലുലു മോൾ മൊത്തം ഒരു റെഡ് കളറായിരുന്നു. ലൈറ്റിങ്സ് ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മാമയും കൂടി കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ കാണിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ എൻട്രൻസ് വഴി ഉള്ളിലോട്ട് കയറി. ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ, ക്രിസ്മസ് ഈവ് ആയതുകൊണ്ട് തന്നെ ലുലു മോൾ നല്ല തിരക്കായിരുന്നു. ഞാൻ നിന്ന ഭാഗത്ത് അത്ര തിരക്ക് തോന്നുന്നില്ലെങ്കിലും ഹൈപ്പർ മാർക്കറ്റൊക്കെ വൻ തിരക്കായിരുന്നു. പിന്നെ ഇവിടെ ലുലുവിൻ്റെ 2nd ആനിവേഴ്സറി നടക്കുന്നുണ്ട്. അതായത് ലുലു ട്രിവാൻഡ്രത്ത് വന്നിട്ട് 2 ഇയേഴ്സ് തികഞ്ഞിരിക്കുവാണ്. ഈ 2 മീറ്റ് ചെയ്യുന്ന ഡെക്കറേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ ലുലുവിൻ്റെ റൂഫിലൊക്കെ ഇതുപോലെ നല്ലോണം ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് ഓരോ ലൈറ്റിങ്ങിലും ഒരു സാന്താക്ലോസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അത്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോളിനുള്ളിൽ, ട്രാൻസ്പെറൻറ്റ് ബോളിനുള്ളിൽ ഒരു ലേഡി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ മേളത്തെ ഫ്ലോറിലാണെങ്കിൽ പോലും ഫുൾ 3 ഫ്ലോർസും ഇഷ്ടം പോലെ ആൾക്കാരിങ്ങനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. അവിടെ കുറേ ജനക്കൂട്ടം. അവിടെ നോക്കിയപ്പോൾ ഇതേ റിയൽ സാന്ത നിൽപ്പുണ്ട്. ഒരാളങ്ങനെ വേഷപ്പകർച്ച നൽകി നിൽപ്പുണ്ട് സാന്താക്ലോസ് ആയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് അടുത്ത് പോകാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികളെയും നല്ലോണം അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയാണത് അവർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനേ പറ്റില്ല അടുത്ത്. ബിക്കോസ് വാമി നല്ല കരച്ചിലായിരുന്നു അത് കണ്ടിട്ട്. വാമിക്ക് ഭയങ്കര പേടി തോന്നിയിട്ട് ഭയങ്കര കരച്ചിലാണ്. ഞങ്ങളങ്ങോട്ട് പോയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിട്ട് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. സത്യം പറഞ്ഞാൽ കയറേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. അമ്മാതിരി തിരക്കായിരുന്നു. എന്നാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ട്രോളിയും തൂക്കി അങ്ങ് ഞാൻ ഇറങ്ങി. അപ്പോൾ മാമിയെ കൊണ്ട് ഞങ്ങളിങ്ങനെ ട്രാവലിങ്ങിന് പോകുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ കൂടെ കരുതുന്ന ഒരു ബാഗാണിത്. ലവ്ലാപ്പിൻ്റെ ലില്ലി ട്രാവൽ ഫ്രണ്ട്ലി ഡയപ്പർ ബാഗാണിത്. ഇതൊരു സൂപ്പർ ബാഗാണ് കേട്ടോ. ഈ ബാഗ് ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ സിബൊക്കെ ഒരു ഗോൾഡൻ സിൽവർ ടിൻറ്റോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ബാഗിന്. ഇത് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫാബ്രിക് കൊണ്ടാണ് ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു പ്രീമിയം ലുക്കാണ്. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് മേടിക്കുമ്പോഴത്തേക്കും. പിന്നെ ബാഗ് ടോട്ട് ബാഗായിട്ട് യൂസ് ചെയ്യാനായിട്ട് 2 ഹാൻഡിലുണ്ട്. ആ ഹാൻഡിലൊന്ന് എൻക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബാഗിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇതിൻ്റെ പൗച്ചസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ ഒരു പൗച്ചുണ്ട്. ആ പൗച്ച് തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ 2 പൗച്ചസ് ഉണ്ട്. അത് ഇൻസുലേറ്റഡ് ആണ്. അതായത് നമ്മൾക്കിപ്പോൾ ഹോട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാലോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആ ഇൻസുലേറ്റഡ് പൗച്ചസ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ പോർഷനിൽ ട്രാൻസ്പാരൻറ്റ് പൗച്ചും അവൈലബിൾ ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെള്ളമൊക്കെയുള്ള ഐറ്റംസ് വെക്കാനായിട്ടാണ്. അത് പുറത്തോട്ട് വെള്ളം വരത്തില്ല, മറ്റ് സാധനങ്ങളോട് കണ്ടാമിനേറ്റ് ആവുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിന് വേണ്ടിയാണ് ഈ പൗച്ച് ട്രാൻസ്പാരൻ്റ് ആണ് കണ്ടോ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഞാനിതിൽ വാമിയുടെ ബ്രഷും പേസ്റ്റും ഒക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ബാഗിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിബാണെങ്കിൽ പോലും ഇപ്പോൾ പ്രീമിയം സിബ്സാണ്. അതായത് നല്ല എളുപ്പം നമ്മൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റിയ സിബാണ്. അപ്പോൾ ഈ ഒരു പൗച്ചിനുള്ളിൽ തന്നെ 3 പൗച്ചസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷൻ, അതായത് ലെഫ്റ്റ് സൈഡ് പോർഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടിഷ്യൂസൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ഈ വഴി ഈസി ആയിട്ട് ടിഷ്യൂ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും ആ പൗച്ച് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള പൗച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാഗിൻ്റെ ബാക്ക് പോർഷനിലോട്ട് നോക്കാം. ബാക്ക് പോർഷൻ നോക്കുമ്പോഴത്തേക്കും 2 അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആർക്കും വേണമെങ്കിലും ബാഗ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ബാക്ക് പാക്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനിൽ ഒരു പൗച്ചുണ്ട്. ആ പൗച്ചിൽ ഞാൻ സാധാരണ എൻ്റെ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു കഴിയുണ്ടോ കയറാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ്. അതുപോലെ താഴെ ഒരു പൗച്ചുണ്ട്. അതിലും നമ്മൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്യാം.
അപ്പോൾ ബാക്ക് പോർഷനിൽ ടോട്ടലി 2 പൗച്ചാണുള്ളത്. അപ്പോൾ ഇത് പുറമേയുള്ള പൗച്ചസ് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു 3 പൗച്ചും അതുപോലെ തന്നെ ബാക്കിൽ 2 പൗച്ചസ് ആൻഡ് സൈഡിൽ വീണ്ടും 2 പൗച്ചസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 7 പൗച്ചസ് ഉണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ എത്ര സ്പേഷ്യസ് ആണെന്ന് നോക്കാം. ഇപ്പോൾ ബാഗ് തുറക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ഒരു സിബ് സൈഡിലൊക്കെ വയറിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പോലും ആ ഒരു ഓപ്പണിങ് ആ ഒരു ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇനി ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡെപ്തുള്ള ബാഗാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടോ എൻ്റെ എൽബോ വരെ അതിന് നല്ല നീളമുണ്ട്, അതായത് സ്പേസ് അത്ര അവൈലബിൾ ആണ്. പിന്നെ ഉള്ളിൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സിബ് വെച്ചിട്ടുള്ള ഒരു പൗച്ച് അവൈലബിൾ ആണ്. ഞാൻ അവിടെ സാധാരണ വാമിയുടെ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോർഷനിൽ വേറൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷനിലും ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പൗച്ച് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിൽ സെപ്പറേഷൻ കൊടുത്തിട്ട് 2 പൗച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ടോട്ടലി ഒരു 6 പൗച്ചസ് അവൈലബിൾ ആണ് അല്ലേ. 1 2 3 4 5 6 പൗച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ കുഞ്ഞിൻ്റെ എന്ത് സാധനങ്ങൾ ആണെങ്കിലും ഡയപ്പർ ആണെങ്കിൽ പോലും ബാക്കി എന്ത് ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് ഈ പൗച്ചസിൽ നമ്മൾക്ക് വെക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് മെസ്സി ആവാതെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഒട്ടും മെസ്സിയാവാതെ തന്നെ കുട്ടികളുടെ എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബാഗാണിത്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. മേടിക്കാനായിട്ട് ടോട്ട് ബാഗായിട്ടോ ബാക്ക് പാക്കായിട്ടോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടർഫുൾ ബാഗാണ്. ഹൈപ്പർ മാർക്കറ്റും അതുപോലെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡാൻസിങ് സാന്തയാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കാരണം അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചാൽ ലുലുമോൾ മൊത്തത്തിൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് പർച്ചേസിങ് തുടങ്ങി, അതുപോലെ തന്നെ വാമി മറ്റൊരു സൈഡിൽ നിന്നും പർച്ചേസിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് വീഡിയോ എടുക്കുന്ന വിക്കിയേട്ടനാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ലുലുമോളിൽ വന്നാൽ ഫുഡ് കഴിക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഒരു മൽപ്പിടുത്തമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ KFC നിന്ന് 2 ബർഗറും ചിക്കൻ പീസസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാമിക്ക് മേടിച്ചു കൊടുത്തതെന്ന് പറയുന്നത് പ്ലെയിൻ റോസ്റ്റാണ്. ഇനി അവൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് അവളെടുത്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ വിക്കിയേട്ടൻ കഴിക്കുന്നത് ചന്ന ഭട്ടൂരയാണ്. അതുപോലെ കൂടെയുള്ള KFCയുടെ ക്രിസ്പി ചിക്കൻ പീസസും വിക്കിയേട്ടൻ കഴിച്ചു. ഞങ്ങൾ ഇരുന്നതിൻ്റെ തൊട്ട് അപ്പുറത്തെ സെക്ഷനിൽ കോട്ടൺ ക്യാൻഡി ഉണ്ടായിരുന്നു. അത് വാമിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്ത്. സത്യം പറഞ്ഞാൽ കോട്ടൺ ക്യാൻഡി എന്താണെന്ന് പോലും അവൾക്കറിയത്തില്ല, ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയായിരിക്കും അവൾ അത് കണ്ടിട്ട് ആ ഒരു ആഗ്രഹത്തിൽ മേടിച്ചതാണ്. അപ്പോൾ ഈ മേടിച്ചിട്ടത് കോട്ടൺ ക്യാൻഡി വാമിക്ക് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ ഞാനും വിക്കേണ്ടും കൂടിയാണ് പിന്നെ അത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി. പുറത്ത് നല്ല ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ട്രിവാൻഡ്രം മൊത്തം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്, ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇനി അടുത്ത് നാളെ ക്രിസ്മസ് ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. ബൈ.